മക്കളെ വെക്കേഷൻ മോഡ് ഓൺ ആയല്ലേ? ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ആനുവൽ എക്സാം ഒക്കെ കഴിയും. നമ്മളിതേ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിന്റെ കൂടെയും കസിൻസിന്റെ കൂടെ ഒക്കെ കളിക്കാനുള്ള സമയമായല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് കളിച്ച് തകർക്കാനുള്ള മേളം തുടങ്ങുകയാണ്. അപ്പൊ ഇതൊക്കെ കൂടെ വേണം. ഇതൊക്കെ കഴിഞ്ഞൊരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സ്കൂളിലേക്കാണ് പോവാ. അപ്പം ദേ കളിച്ചതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. കളിക്കുകയും വേണം, എന്നാൽ പഠിത്തം കൂടുകയും വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വലിയ ക്ലാസ്സിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ബേസ് ഒക്കെ നമ്മൾ മറന്നു പോവും. അപ്പൊ ദേ എന്താണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെയാ കൊണ്ടുപോവാ അല്ലെ? കളിക്കുകയും വേണം, എന്നാൽ അത് ഇഷ്ടത്തോടെ തന്നെ പഠിക്കുകയും വേണം. പഠിക്കണമല്ലോ എന്ന് ഓർത്തിരിക്കരുത്. എനിക്ക് ഇഷ്ടത്തോടെ പഠിക്കണം എന്നും വേണം അല്ലെ? ഇത് രണ്ടും കൂടി എങ്ങനെയാ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവാ? അതിനായിട്ട് നിങ്ങളുടെ കൂടെ നമ്മുടെ എക്സാം എന്ന ഫാമിലി ഉണ്ട്, നമ്മുടെ ബാച്ചുമായിട്ട്. അപ്പൊ എന്റെ മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ബാച്ചിൽ ഉണ്ടാവും. എന്റെ മക്കൾക്ക് എപ്പോഴാണോ ഇഷ്ടം അതുപോലെ അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. പഠിക്കണം എന്ന് വെച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ. നമ്മളിതേ അടിച്ചു പൊളിച്ച് നമ്മൾ കളിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള കുറെ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് കഴിവുകളൊക്കെ ഉണർത്തി അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ അടുത്തൊരു വർഷം പഠിക്കാൻ പോവാം. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എക്സാമിനറിന്റെ കൂടെ ചേർന്ന് പഠിക്കാനായിട്ട്. നമ്മളിതേ ഫുൾ സിലബസ് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ എല്ലാവരും കാണാൻ പോവാണ് ഇനി എന്റെ മക്കൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ വീക്ക്ലി 3 days നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ദേ ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇനി അടുത്തൊരു വർഷം ദേ ഫുൾ സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ ദേ റൈറ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാ എനിക്ക് എക്സാം എന്നറിന്റെ കൂടെ പഠിക്കണം, എക്സാം എന്നറിന്റെ ഒരു സ്റ്റുഡന്റ് ആവണമെന്ന് പറയാ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? ദേ താഴെ ഒരു നമ്പർ ഉണ്ട്, ആ താഴെ കാണുന്ന നമ്പർ ചാടി പിടിച്ചോളുക, എന്നിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. നമുക്ക് ദേ ഒരുമിച്ച് അടുത്ത വർഷം ഫുൾ സെറ്റ് ആക്കാം.